നമസ്കാരം. ഞാൻ ഒരു കാര്യവും പ്രവചിക്കുന്ന ആളൊന്നുമല്ല. നമ്മൾ 720 സ്റ്റോർ ചെയ്തതിൽ ഒരെണ്ണം പോലും ഞാൻ പ്രവചിച്ചതല്ല. നമ്മുടെ ചാനലിൽ ഒരു കാര്യം പറയണമെങ്കിൽ വ്യക്തമായ തെളിവോ എനിക്ക് വ്യക്തമായ ബോധ്യമോ ഉണ്ടാവണം. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിക്കും. അതിനും എനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഒരു സംഭവം ഇങ്ങനെ സംഭവം കേട്ടല്ലോ, അതൊന്ന് അന്വേഷിച്ചിട്ട് പറ എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും കോഴിക്കോട്ടായാലും ചെന്നൈയിലായാലും എനിക്ക് ആളുണ്ട്. അതുകൊണ്ടാണ് ഈ ചെന്നൈയിലെ ഫോട്ടോയൊക്കെ വരുന്നത്. ഇപ്പോൾ ഉർവശിയുടെ സഹോദരൻ മരിച്ചപ്പോൾ ഒക്കെ നമ്മുടെ ഇതിൽ ഫോട്ടോ വന്നത് അതുകൊണ്ടാണ്. എനിക്കങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിന് ശേഷമേ അത് ഉറപ്പായി എന്ന് എനിക്ക് ബോധ്യം വന്ന ശേഷമേ ഞാനൊരു സ്റ്റോറി പറയൂ. അതിനാലാണ് 720 സ്റ്റോറികൾക്കും നമുക്ക് വിശ്വാസ്യത കിട്ടുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. ആരെങ്കിലും പറഞ്ഞാലൊന്നും അതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയും. നമുക്ക് ചെയ്യാം കേട്ടോ, നോക്കട്ടെ. നമ്മുടെ സ്റ്റോറിയിൽ ഒരെണ്ണം പോലും പിൻവലിക്കേണ്ടി വരാത്തതും അതുകൊണ്ടാണ്. ഈ പഴയ കാലത്തെ സിനിമയുടെ പറയാൻ ആരും പിൻവലിക്കാൻ പറയില്ല. പക്ഷേ പുതിയ സംഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ സൈബർ കേസ് വരാൻ സാധ്യതയുണ്ട്, മാനനഷ്ട കേസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണൻ എൻ്റെ പേരിൽ മാനനഷ്ട കേസും സിവിലും ക്രിമിനലും കൊടുത്തിരിക്കുകയല്ലേ. ഏറ്റവും വ്യക്തമായി അത് തെളിയിക്കാനുള്ള തെളിവുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം കൊണ്ടൊന്ന് കോടതി കൊടുത്താലും മതി, അതിൻ്റെ വിശദീകരണം കൊടുത്താൽ മതിയല്ലോ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്നൊരു കഥ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്ന ചപ്പടാച്ചികൾ വെച്ച് ചെയ്യേയില്ല. ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. പ്രൊഡക്ഷൻ മാനേജറായിരുന്നോ ബാദുഷ എന്ന് എനിക്കറിയില്ല. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു എന്നുള്ള എനിക്കറിയാം. പിന്നെ അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായി, കൺട്രോൾ ഇല്ലാത്ത പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി, അങ്ങനെ പലതിലും കൺട്രോൾ ഇല്ലാതെ പോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ള എന്താ പറയുക, പ്രൊഡക്ഷൻ സൈഡിലുള്ള പുതിയ തലമുറയിലെ കുഴപ്പമില്ല എന്ന് പറയാവുന്ന ചുരുക്കം പേരിൽ ഒരാളായിരുന്നു. അങ്ങനത്തെ ഉള്ളൊരു ഇമേജായിരുന്നു ബാദുഷയ്ക്ക്. എന്നെ ഇഷ്ടമായിരുന്നു. എപ്പോൾ ദിനേശ് ചേട്ടാന്നൊക്കെ കേട്ട് വന്ന അടുത്ത് വന്ന് കുശലമൊക്കെ പറയുമായിരുന്നു. വേഗത്തിൽ തന്നെ ബാദുഷ വളർന്ന് കയറി. അയാൾ നല്ല മനുഷ്യനാട്ടോ, എല്ലാവരോടും നന്നായിട്ട് പെരുമാറും എന്നൊക്കെ പറഞ്ഞൊരു ഇമേജ് അയാൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. ആളുകളോട് അയാൾ പെരുമാറുന്ന രീതി അഭിനന്ദനീയമായിരുന്നു. സിനിമയിൽ ഒന്നുമല്ലാത്ത എന്നെയൊക്കെ കാണുമ്പോൾ അയാൾ കാണിക്കുന്ന സ്നേഹം നമുക്ക് അയാളെ സ്നേഹിക്കാനേ ആകൂ. ആ തരത്തിലാണ് അയാൾ പെരുമാറുന്നത്. കൊറോണയുടെ പ്രതാപകാലത്ത് തിരുവനന്തപുരത്തെ ഒരു സിനിമ പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിക്കുന്നു. ഒരു സന്ധ്യയ്ക്കാണ്. ഞാനിപ്പോൾ പഴയക്കാട് കലാഭവൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നാലേ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ ചോദിച്ചു, എന്ത് കാഴ്ച? ബാദുഷ കേരളത്തിലെ എല്ലാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർക്കും കൺട്രോളർമാർക്കും മാനേജർമാർക്കും ഒക്കെ സൗജന്യമായി ഒരു വലിയ കിറ്റ് കൊടുക്കുന്നു. തികച്ച സൗജന്യമാണ്. അതിൽ അരി മുതൽ ഉപ്പ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഒരു 4 പേരുള്ളൊരു കുടുംബത്തിന് ഒരാഴ്ച സുഭിക്ഷമായി എന്തായാലും കഴിക്കാനുള്ള എല്ലാമുള്ള കിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരുടെ സംഘടനയുടെ വകയായിട്ടാണോ എന്ന് ചോദിച്ചു. അല്ല അവന്മാർക്കും ബാദുഷ തന്നെയാണ് ഈ കിറ്റ് കൊടുക്കുന്നത്. ആര്? ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടനയിലെ നേതാക്കൾക്കും ബാദുഷ തന്നെയാണെന്ന് ഈ കിറ്റ് കൊടുക്കുന്നത്. എറണാകുളത്ത് നിന്ന് തിരിച്ച വണ്ടി ഒരു 9-9:30 ആകുമ്പോൾ വഴുതിക്കാട് കലാഭവൻ്റെ മുന്നിലെത്തും. എല്ലാ തിരുവനന്തപുരത്തുള്ള മാനേജർമാരെയും എക്സിക്യൂട്ടീവുമാരെയും കൺട്രോളർമാരെയും ഒക്കെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ, അവർക്ക് ഓരോ കിറ്റ് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ കിറ്റുകൾ വന്നിട്ടുമ്പോൾ കിറ്റിൻ്റെ കൂമ്പാരമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു 2-3 സ്റ്റില്ലെടുത്ത് എനിക്ക് അയക്കി. പുണ്യകർമ്മമായ കാര്യമല്ലേ അയാൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ അതിനെപ്പറ്റി പറയാം. ബാദുഷയുടെ പടമടിച്ച തുണിസഞ്ചിയിൽ കുറേ പലവ്യഞ്ജനങ്ങളുമായി, പലവ്യഞ്ജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഈ മുളക്, മല്ലി, കടുക്, കായം എന്നൊക്കെ പറയുന്നതാണല്ലോ പലവ്യഞ്ജനം തിരുവനന്തപുരത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പലവ്യഞ്ജനമൊക്കെ നിറച്ച ഒരു കിറ്റുമായിട്ട് ഈ എന്നെ ഫോൺ ചെയ്ത മാനേജർ എൻ്റെ വീട്ടിൽ വന്നു.
ഞാൻ ആ കിറ്റിൻ്റെ പടം ഞാൻ വിചാരിച്ചു അത് അയാളുടെ മാനേജർക്ക് കിട്ടിയ കിറ്റാണെന്നാണ് കരുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു പടം എടുക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞു, ധൃതി വയ്ക്കണ്ട, ഈ കിറ്റ് നിങ്ങൾക്കാണ്. തിരുവനന്തപുരത്തുകാർക്ക് മുഴുവൻ കൊടുത്ത ശേഷം മിച്ചം വന്ന കിറ്റാണിത്. സന്തോഷപൂർവ്വം ഞാനത് വാങ്ങി. ഇതൊക്കെ കണ്ടു പഠിക്കാൻ ഫെഫ്ക നേതാവിനോട് പറയൂ എന്ന് പറഞ്ഞാണ് ഞാൻ അയാളെ യാത്രയാക്കിയത്. നിൻ്റെ നേതാവിൻ്റെ പറ ഇതുപോലെയൊക്കെ കൊടുക്കാൻ, ബാദുഷ കൊടുക്കണണ്ട. എനിക്ക് അതോടുകൂടി വീണ്ടും ബാദുഷയുടെ മതിപ്പ് കൂടി. പതിയെ പതിയെ ബാദുഷയുടെ കൈകളിലായി മലയാള സിനിമ. മമ്മൂട്ടിയുടെ മുന്നിൽ പോലും തലയിൽ കണ്ണട വെച്ച് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നടക്കാനാകുന്ന വിധത്തിൽ ബാദുഷ വളർന്നു. അങ്ങനെയൊന്നും ഒരുമാതിരിപ്പെട്ടവരൊന്നും മമ്മൂട്ടിയുടെ മുമ്പ് തലയിൽ കണ്ണടയും വെച്ച് നടക്കില്ല. അതുപോലും വച്ച് നടക്കാൻ പേടിയില്ലാത്ത തരത്തിൽ ബാദുഷ വളർന്നു. ഒരേ സമയം 10-12 സിനിമകൾ അയാളുടെ കയ്യിലായി. എല്ലായിടത്തും ഓരോ എക്സിക്യൂട്ടീവിനെയും കുറേ മാനേജർമാരെയും വച്ച് അയാൾ സിനിമകൾ ചെയ്തു. അയാൾ എങ്ങും പോകില്ല, ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അവിടെ നിന്നുകൊണ്ട് ഫോണിൽ കൂടെയാണ് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത്. അയാളുടെ വലയിൽ വീണവർക്കൊക്കെ 8-10 പടങ്ങളും വാങ്ങിയിരുന്നതിൻ്റെ ശമ്പളം ഇരട്ടിയും വാങ്ങിക്കൊടുത്തു. ഒരേ സമയം 7-8 പടങ്ങളിലും. ചേട്ടാ 8 മുതൽ 12 വരെ മറ്റേവൻ്റെ പടത്തിൽ പോകട്ടോ, ഞാനാണ് കൺട്രോളർ. 13 മുതൽ ഒരു 18 വരെ ഇവൻ്റെ പടത്തിൽ പോകും. ഇങ്ങനെ ഓരോരുത്തരുടെ പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇയാൾക്ക് പ്രിയപ്പെട്ട നടനോ നടിയോ ആണെങ്കിൽ അവർക്ക് വർഷം ഒരു 10, 15, 20 പടം കിട്ടുമായിരുന്നു. വാങ്ങിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം പോയി ചെയ്താൽ ഒരു 20,000 രൂപ കിട്ടുമെങ്കിൽ ഇയാൾ 40,000 വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആ 40,000-ന് പിന്നെയാണ് ഞാൻ അറിയുന്നത് അതിനൊരു രഹസ്യമുണ്ടെന്ന്. ഇയാളെ മാത്രം കരുതി ഒരാൾ ഒരു സമയം ഒരു സിനിമ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന നിയമം വന്നു ഫെഫ്കയിൽ. ബാദുഷയെ കൊണ്ട് ഒരുപാട് പരാതിയായി, ഒരുപാട് ജോലിയില്ലാതായി ഒരുപാട് എക്സിക്യൂട്ടീവ്മാർക്ക്. അവർ പരാതി കൊടുത്തു, ഇയാൾ ഒരേ സമയം 10-15 പടം ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും. അങ്ങനെ ഫെഫ്ക ഒരു തീരുമാനം എടുത്തു, ഒരേ സമയം ഒരു സിനിമയിൽ കൂടുതൽ ഈ തലപ്പത്തിരിക്കുന്ന ആരും ചെയ്യാൻ പാടില്ല. ഒരു മേക്കപ്പ് മാൻ ഒരു പടയെ ചെയ്യാവൂ, ഒരു ഹെയർ ഡ്രസ്സർ ഒരു പടയെ ചെയ്യാവൂ, ഒരു കോസ്റ്റ്യൂമർ ഒരു പടയെ ചെയ്യാവൂ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അതിനെ മറികടക്കാനായിട്ട് ഡോക്ടർ ബാദുഷ ഈ കൺട്രോളർ എന്നുള്ളത് വിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി മാറി. എൻ്റെ പേരിൽ മാത്രം പോരായെങ്കിൽ ഭാര്യയുടെ പേരിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. അപ്പോൾ ഭാര്യ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി വർക്ക് ചെയ്യുന്ന സെറ്റിൽ ബാദുഷയോട് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ബാദുഷ അങ്ങനെ കളിച്ചു. ക്രമേണ അയാൾ നിർമ്മാതാവായി മാറി. ഞൊടിയിടയിലാണ് ബാദുഷ കോടീശ്വരനായി മാറിയത്. പ്രോപ്പർ വേയിലെ പൈസ അല്ല, അത് ഞാൻ തുറന്നു പറയുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടല്ല പുള്ളി പ്രൊഡ്യൂസറായത്. ഒരു പടത്തിൽ അഭിനയിക്കണമെങ്കിൽ 3,500 രൂപയോ 6,000 രൂപയോ എന്തോ അടച്ച് രജിസ്റ്റർ ചെയ്യണം. അയാൾക്കൊരു ചാനലുണ്ടായിരുന്നു, സിനിമ എന്നൊക്കെ പറഞ്ഞെന്തോ. ആ യൂട്യൂബ് ചാനലിൽ 6,000 രൂപ അടച്ചങ്ങ് രജിസ്റ്റർ ചെയ്യണം. അത് 3,500 അല്ലെങ്കിൽ 2,500 എന്തോ ആവട്ടെ, ആയിരങ്ങളാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ പടത്തിൽ അഭിനയിക്കാനായിട്ട് പരസ്യം അതിൽ വരും. മാറ്റിനി എന്നാണ് എൻ്റെ പേര്. മാറ്റിനിയിൽ അതിൻ്റെ പരസ്യം വരുമ്പോൾ ചുരുങ്ങിയതൊരു 1000 പേർ രജിസ്റ്റർ ചെയ്താൽ എത്ര ലക്ഷം രൂപ മാറ്റിനിയുടെ പെട്ടിയിൽ അല്ലെങ്കിൽ ബാദുഷയുടെ മിന്തിയിൽ വീഴുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിർമ്മാതാവിന് ഇതിൽ നിന്ന് 5-ന്റെ പൈസ കിട്ടില്ല. കാരണം അത് ബാദുഷയുടെ മാറ്റിനിയിലല്ലേ പറഞ്ഞത്, അയാളുടെ ചാനലല്ലേ, അയാൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ കുരങ്ങൻ എന്ത് ജോലിയെന്ന് എനിക്കറിയില്ല. ആരെയൊക്കെ അഭിനയിപ്പിക്കണമെന്ന് ബാദുഷ തീരുമാനിക്കും ഈ പരസ്യം കണ്ട് വരുന്നവരിൽ നിന്ന്. പക്ഷേ അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 1000 കൊടുക്കണം. തൻ്റെ കൈപ്പിടിയിൽ വീണവരുടെയൊക്കെ റേറ്റ് അങ്ങ് പുള്ളി കൂട്ടി. ദിവസ ശമ്പളമാണല്ലോ ഇവർക്കൊക്കെ. ഇപ്പോൾ ഈ സ്വഭാവ വേഷങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു പടത്തിനല്ലല്ലോ ദിവസ ശമ്പളം. 5 ദിവസം വരെ എത്ര രൂപയാണ്, 10 ദിവസം വരെ എത്ര വേണം, അങ്ങനെയാണല്ലോ ഇപ്പോൾ. 10 ദിവസത്തേക്ക് 20 ലക്ഷം രൂപ വിലയിടുമെന്ന് വെച്ചോളൂ ബാദുഷ. ഇയാളല്ലേ കൺട്രോളറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ ഇയാളാണല്ലോ. അപ്പോൾ അയാൾ നിശ്ചയിക്കും, ഈ കോലപ്പന് ഒരു ദിവസം 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് 10 ദിവസത്തേക്ക് വിളിക്കുക, 20 ലക്ഷം രൂപ കൊടുത്താൽ മതി, ലാഭമാണ് എന്ന് പറയും. 10 ദിവസത്തേക്ക് 50,000 വെച്ച് വാങ്ങിച്ചവരെ എനിക്കറിയാം. 10 ദിവസത്തേക്ക് ഒരു ദിവസം 50,000 രൂപ വെച്ച്, ഒരു എന്താ പറയുക 50,000 രൂപ വെച്ചെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. 50,000 കിട്ടാൻ യോഗ്യതയില്ലാത്തവർക്ക് 1 ലക്ഷം വെച്ചോ 1.5 ലക്ഷം വെച്ചോ കൊടുത്താലും ഒന്നും ചെയ്യാതെ
ലക്ഷങ്ങൾ മറിയും ഈ ഇനത്തിൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദിവസം 50,000 രൂപ ശമ്പളം എന്ന് വെച്ചോളൂ. അങ്ങനെ 50,000 രൂപ വെച്ച് ബാധുക്ക വിളിച്ച് സംസാരിക്കും. ഡേയ്, നീ ഇപ്പോൾ എത്ര വാങ്ങിക്കണേ? ഞാൻ 50 ചോദിക്കും. 50 ചോദിച്ചാൽ നമ്മൾ 40-30 ഒക്കെ ആയിരിക്കുമല്ലോ കൊടുക്കണേ. നിനക്ക് 75,000 രൂപ വെച്ച് തരാം, അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വെച്ച് തരാം. അങ്ങനെ കേൾക്കുമ്പോൾ ഏത് നടീനടന്മാരായാലും തുള്ളിച്ചാടും, ഇല്ലേ? ഉടനെ തങ്ങൾ ചട്ടിയിലാകുമെന്ന് ഈ മണ്ട ശിരോമണികൾക്ക് ചിന്തിച്ചതേയില്ല. ബാദുഷയെ അങ്ങ് അന്ധമായി വിശ്വസിച്ചു. നിനക്ക് ദിവസം 1,00,000 ശമ്പളം അല്ലേ? ആ ശാന്തിവിള ദിനേശനെ വിളിക്ക്, ഒരു നാളേക്ക് 10,000 രൂപ വെച്ച് കൊടുത്താലും ലാഭമാണ് എന്ന് പറയും. 1,00,000 നിനക്ക് തരണതിന് വരും 10,000 രൂപ ദിനേശന് കൊടുത്താൽ പോലെ. സ്റ്റാർ ഹോട്ടൽ കൊടുക്കണ്ട, ഫ്ലാറ്റായാലും മതി, മദ്യം വാങ്ങി കൊടുക്കണ്ട, ഒരു കോഴി നിർത്തിപ്പൊരിച്ചതും കിടത്തി ഒലത്തിയതും ഒന്നും കൊടുക്കണ്ട, തിരുവനന്തപുരത്ത് നിന്ന് കാർ പിടിച്ച് വരില്ല, ട്രെയിൻ ടിക്കറ്റ് മതി. ഇങ്ങനെ പല ദിനേശുമാർ ഇറങ്ങിയപ്പോഴാണ് അപകടം ചില നടീനടന്മാർക്ക് മനസ്സിലായത്. ഇതുപോലുള്ള ആളുകളായി ബാദുഷ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ബാദുക്ക 8 പടത്തിന് തരാനുള്ള കാശെടുത്ത് മറിച്ചത് നമുക്ക് ചോദിക്കാം, കടം വാങ്ങിയ പണം ചോദിക്കാം. കാര്യങ്ങൾ കൈവിട്ടുപോയി. കാരണം ഇങ്ങനെ കുറേ കാശ് ബാദുക്കയുടെ കയ്യിലായി പലരുടെയും. ബാദുഷ നിർമ്മിച്ച, ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള റേച്ചലിലാണ് മലയാള സിനിമയിലെ പല നടീനടന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഈ പടം ഓടിയാൽ വാങ്ങിയവരുടെയൊക്കെ കടം തീർത്തെടുക്കാനാവും ബാദുഷയ്ക്ക്.